ഹായ് ഫ്രണ്ട്സ്, മിസ്ര ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് AudiQ5 ഹെഡ്ലൈനർ റിപ്പയറിങ്ങിനാണ് വന്നിട്ടുള്ളത്. ഹെഡ്ലൈനർ നന്നായിട്ട് ഡാമേജ് ആയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. റൂഫുമെന്നൊക്കെ നല്ലോണം ആകെ വിട്ടിട്ടുണ്ട്. എന്തായാലും റിമൂവ് ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, റിമൂവ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നല്ല വൃത്തിയാക്കണം. അതിൻ്റെ ഗമ്മും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ റിമൂവ് ചെയ്ത് കളയണം. ഓക്കെ, ഒരുവിധമൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് വൃത്തിയാക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ ക്ലോത്തുമേലും റൂഫുമേലും നന്നായി ഗമ്മ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വശം മാത്രം അതിൻ്റെ മേൽഭാഗത്ത് വെക്കണം. അതിനായി നമ്മളെന്തെങ്കിലും അതിൽ ഒട്ടാത്ത വിധം എന്തെങ്കിലും ക്ലോത്തോ റെക്സിനോ എന്തെങ്കിലും കവറോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഭാഗം മാത്രം നമ്മൾ ആദ്യം നന്നായി ഒട്ടിക്കുക. വല്ലാണ്ട് ഹാൻഡിലും ബെൻഡും കാര്യങ്ങളും വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ വല്ലാണ്ട് ടൈം എടുത്തിട്ട് ചെയ്യുക. സ്പീഡായിട്ട് ഒട്ടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബ്ലീറ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, നന്നായിട്ട് സ്ലോ ആയിട്ട് നല്ലപോലെ തന്നെ വൃത്തിയാക്കിയിട്ട് ഒട്ടിക്കണം. ഞാൻ അതിനു വേണ്ടി ഒട്ടിക്കാൻ ധരിച്ചിട്ടുള്ളത് കൈ കവറാണ്. കൈമേലിടുന്ന ഒരു പ്ലാസ്റ്റിക് കവർ പോലത്തെ കവറായാലും കുഴപ്പമില്ല. ഓക്കെ, ഉഷാറാണ്. ബെൻഡും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ലപോലെ തന്നെ ഒട്ടിക്കാൻ ശ്രമിക്കുക. കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും നല്ല വൃത്തിയായി റൂഫ് കിട്ടുന്നതാണ്. പിന്നീട് നമ്മൾ രണ്ട് സൈഡും ഇപ്പുറത്തെ സൈഡും കൂടിയിട്ട് നമ്മൾ അതുപോലെ തന്നെ നല്ലപോലെ തന്നെ വീണ്ടും ഒട്ടിക്കുക. കറക്റ്റായിട്ട് ഒട്ടിക്കുക. ബെൻഡ് വരുന്ന ഭാഗങ്ങൾ നമ്മൾ ടെക്ക് ചെയ്തിട്ട് വേണം ഒട്ടിക്കാൻ്റേത്. ഇതുപോലെ ബ്ലേഡ് കൊണ്ട് നമ്മൾ ടെക്ക് ഇടേണ്ടതാണ്. അപ്പോൾ നമുക്ക് ബെൻഡുള്ള ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. വലിയ ബെൻഡുള്ള ഭാഗങ്ങൾ മാത്രം അങ്ങനെ ടെക്ക് ഇട്ടിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിക്കുക. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാ ഭാഗവും നല്ല വൃത്തി പോലെ തന്നെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഹാൻഡിൽ, സൺസൈഡ്, ലൈറ്റ് ഐറ്റംസ്, പ്ലാസ്റ്റിക് വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടതാണ്. കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കമ്പനി എങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് വൃത്തിയായിട്ട് എടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നന്നായി കട്ട് ചെയ്തിട്ട് എടുക്കണം. അല്ലാത്ത പക്ഷം വണ്ടിയിലേക്ക് നമ്മൾ റൂഫ് കയറ്റി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കും ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്.